ഹലോ, ഒരു പേപ്പർ ക്യാൻവാസിൽ എങ്ങനെയാണ് ഒരു നെക്ക് വരച്ച് കട്ട് ചെയ്ത് പിടിപ്പിക്കുക എന്നത് നമുക്ക് നോക്കാം. 3 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 6 ഇഞ്ച് വിഡ്ത്താണ് നമ്മുടെ അളവ്. 6 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും. 6 ഇഞ്ച് ലെങ്ത്തിന് 6.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നാലാണ് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 6 ഇഞ്ച് ലെങ്ത്ത് കറക്റ്റ് കിട്ടുകയുള്ളൂ. അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് എക്സ്ട്രാ തുമ്പും നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. 2 ഭാഗത്തും 1 ഇഞ്ച് വെച്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വരച്ചു കൊടുക്കാം. ഒരു വി ടൈപ്പാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനു വേണ്ടി ഒരു വി പോലെ വരച്ച് കുറച്ച് ഷേപ്പ് ചെയ്തെടുക്കണം. എന്നാലാണ് അത് ഒരു ഷേപ്പുള്ള നെക്കാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഷേപ്പ് കൊടുത്ത് ആ തയ്യൽ തുമ്പിലും ഷേപ്പ് കൊടുത്ത് എക്സ്ട്രാ വരച്ച പീസിലും നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം രണ്ടാമത് വരച്ച ലൈനിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. അത് ഫുള്ളും കട്ട് ചെയ്യുക. മുകളിൽ ലെവൽ ചെയ്യുക. ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് കട്ട് ചെയ്യുന്നത്. തുമ്പ് വരെ എത്തുമ്പോൾ നമ്മൾ നിർത്തി. പിന്നെ 1/2 ഇഞ്ച് വിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തേക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് തുണിയിലോട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് പറയാം. പശയുള്ള ഭാഗം അടിയിലാക്കി മുകളിൽ ഒട്ടും തുമ്പില്ലാതെ ലെവൽ ചെയ്ത് വെക്കുക. നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. ജസ്റ്റ് തുണിയൊന്ന് തേച്ചതിന് ശേഷം അത് ഒട്ടും തുമ്പില്ലാതെ തന്നെ മുകളിൽ പിടിപ്പിച്ച് തേച്ചെടുക്കുക. തേച്ചെടുക്കുമ്പോൾ ഒരുവിധം ചൂട് വേണം, എന്നാലേ ഒട്ടുള്ളൂ. എങ്കിലും ശ്രദ്ധിച്ച് തേക്കുക. ചൂട് അധികമായാൽ ക്യാൻവാസ് ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് തുമ്പിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് തുമ്പ് മടക്കി അടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. 1/2 ഇഞ്ച് തുമ്പ് കട്ട് ചെയ്ത് 1/2 ഇഞ്ച് തുമ്പിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ നോച്ച് ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. ഒന്നും കൂടി ക്ലിയറായിട്ട് നോച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം. സൈഡ് ഫുള്ള് മടക്കി അടിക്കുക. ആ തുമ്പിട്ട ഭാഗം ഫുള്ളും മടക്കി അടിക്കുക. നമുക്ക് അടിക്കാൻ തുടങ്ങാം. ഫുള്ളും ശ്രദ്ധിച്ച് മടക്കി അടിക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു ടോപ്പിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ടോപ്പിൻ്റെ ഫ്രണ്ട് പീസ് എടുത്ത് ഒരു പിന്ന് 2 സൈഡിലും കുത്തി കൊടുക്കുക. ക്ലിയറായിട്ടിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ തയ്ക്കുമ്പോൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. താഴത്തും ഒരു പിന്നെടുക്കുക. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. ശ്രദ്ധിച്ച് തുണിയിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാൻവാസിൽ കയറാതെ ക്യാൻവാസിൻ്റെ അരികത്തുകൂടി തുണിയിലാണ് നമ്മൾ തയ്ക്കുന്നത്. മൂലയൊക്കെ ശ്രദ്ധിച്ച് തയ്ക്കുക. നമ്മുടെ വി ഷേപ്പ് ക്ലിയറായിട്ട് തയ്ക്കുമ്പോൾ കിട്ടാൻ ശ്രദ്ധിക്കണം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. നമ്മുടെ പിന്നൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം
നമ്മുടെ ഉള്ളിലെ ഭാഗം ഒരു 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്യാം. 1/4 ഇഞ്ച് വിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. 1/4 ഇഞ്ച് തന്നെ വേണമെന്നില്ല, ഒരു പോയിൻ്റ് ആയാലും മതി. ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം. മുകളിൽ ഒരല്പം ക്യാൻവാസ് ഇരിപ്പുണ്ടാകും, അത് ശ്രദ്ധിച്ച് കളയുക. അല്ലെങ്കിൽ നമ്മൾ 2 പീസും കൂടി കൂട്ടിയടിക്കുമ്പോൾ കനം വരും അവിടെ. ഇനി നമുക്ക് ഉള്ളിലോട്ട് മടക്കി സൈഡിൽ കൂടെ ഒരടി കൂടി കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പേപ്പർ പാറ്റേണിൽ എങ്ങനെയാണ് ഒരു നെക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ കഴിഞ്ഞ വീഡിയോ കാണുക. ഇനി നമുക്ക് ബാക്ക് അറ്റാച്ച് ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടുകയാണെങ്കിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.